ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ തോന്നിയാസം ലിമിറ്റഡ്. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു കിട്ടിലൊരു റെസിപ്പി കൊണ്ടാണ് കേട്ടോ. അതിന് മുമ്പ് എൻ്റെ കൊച്ചു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്താണ് ചെറിയൊരു ലഗ്നില്ലേ അതുകൂടി ക്ലിക്ക് ചെയ്തതിലാണ് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല, വിത്തിൻ 2 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടിലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ഡിഷാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് ഞാൻ മീൻസ് ഉണ്ടാക്കി സക്സസ് ആയതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ്. പക്ഷേ മക്കളെ നല്ല ടെക്സ്റ്റ് ഉണ്ട്, നല്ല മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവും. വേറൊന്നുമല്ല, ചീസ് ദോശ അല്ലെങ്കിൽ ചീസ് ദോശ, അതന്നെ ദോശ, ചീസ് എന്ന് പറയില്ലല്ലോ, ചീസ് ദോശയാണ്. ഞാനൊരു സ്പെഷ്യലി ചീസ് ലവറാണ്. പക്ഷെ ചീസ് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടപ്പെടും, അത്ര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ വെറും കുറച്ച് ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചീസ് ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ, കാണാം. അപ്പോൾ ചീസ് ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ദോശമാവ് ആവശ്യമുണ്ട്. മസാല ചീസാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിനോടൊപ്പം തന്നെ നെയ്യും പിന്നെ ചില്ലി ഫ്ലേക്സാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ നെയ്ക്ക് പകരം നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ബട്ടറിന് പകരം നമുക്ക് നെയ്യ് യൂസ് ചെയ്യാം. അല്ല, നെയ്യും ബട്ടറും ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചീസ് ദോശ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പാൻ ചൂടായിട്ട് ഇതിൻ്റെ മാവ് ഒഴിച്ചു. നല്ല രീതിയിൽ കനം കുറച്ച് തന്നെയാണ് പരത്തിയിരിക്കുന്നത് കേട്ടോ. നെയ്യ് നല്ല രീതിയിൽ നമ്മളത് നല്ലോണം സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ എല്ലായിടത്തും. കേട്ടോ, നെയ്യ് ഒന്ന് അബ്സോർബ് ആയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ചീസ് അതിലേക്ക് ഇടാൻ പാടുള്ളൂ. പിന്നെ മറ്റേ ഈ സ്റ്റവ് സിമ്മിൽ തന്നെ ഇടാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അത് നമ്മൾ കനം കുറച്ചല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് മുരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഭയങ്കരമായിട്ട് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ഒരുവിധം ക്രിസ്പിനെസ് വേണം താനും. ഓക്കെ, ചീസ് അബ്സോർബ് ആയതിന് ശേഷമാണ് നമ്മൾ ചില്ലി ഫ്ലേക്സ് അതിലേക്ക് ഇടുന്നത്. പക്ഷെ ഞാൻ ഇട്ടപ്പോൾ തന്നെ അത് ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ ആ ഒരു സൈഡ് മാത്രം നല്ല എരിവായിരുന്നു, പക്ഷെ ബാക്കി ഒരു സൈഡ് ഉണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗബ്രൂസും കൂടി കയറിയിരുന്നു. അവന് ഞാൻ കൊടുത്തപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞ കാരണമാണ് കേട്ടോ ഞാൻ പിന്നീട് കൊടുക്കാഞ്ഞത് കേട്ടോ. അവൻ അല്ലാതെ നിങ്ങളിനി കമൻറ്റ് ഇടരുത് കൊച്ചിനൊരു തുള്ളി പോലും കൊടുത്തില്ലല്ലോ. ഓൾറെഡി ഞാനത് റെക്കോർഡിങ് ആയിരുന്നില്ല, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റെക്കോർഡിങ് ആക്കിയത് കേട്ടോ. അവനത് വേണ്ടാന്ന് പറഞ്ഞ കാരണമാണ് അവന് കൊടുക്കാഞ്ഞത് കേട്ടോ. ഓക്കെ, അവൻ ഓൾറെഡി ദോശ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവന് ഞാൻ നോർമൽ ദോശയാണ് കൊടുത്തത്. ഇപ്പോൾ ചീസും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണതുകൊണ്ട് അവൻ കുഞ്ഞല്ലേ, അപ്പോൾ ഞാൻ അങ്ങനെ ചീസിൻ്റെ ഇത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവന് കൊടുക്കാഞ്ഞത്. അപ്പോൾ കിട്ടിലനൊരു സാധനമാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതുപോലത്തെ ദോശകൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കിട്ടിലൻ്റെ കഴിക്കൽ തന്നെ കണ്ടാൽ തന്നെ അറിയാമല്ലോ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവ കണ്ടില്ലേ എങ്ങനെയാണ് ചീസ് ദോശ ഉണ്ടാക്കാന്ന്. അപ്പോൾ എനിക്കിത് കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടപ്പോൾ അത് ഞാൻ കുട്ടീനെ കയ്യിൽ പിടിച്ചിട്ട് ഇട്ടത്. അപ്പോൾ ഇട്ടപ്പോൾ ചില സ്ഥലത്ത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അത് ഇതായി വന്നപ്പോൾ ആ ഒരു സൈഡിൽ മാത്രം ഇത്തിരി ചില്ലി ഫ്ലേക്സ് ആയതുകൊണ്ട് അവിടെ മാത്രം ചെറുതായിട്ട് ഇത്തിരി കൂടുതലായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ മക്കളെ ഒരു രക്ഷ ഉണ്ടാവില്ല. നമുക്ക് സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് നമുക്ക് മോർണിംഗോ ഇല്ലെങ്കിൽ ഈവനിങ്ങോ ഉണ്ടാക്കാൻ പറ്റുന്ന കിറ്റിലാൻ്റെ ഒരു സ്നാക്കാണ്. ഇപ്പോൾ ദോശ ഇഷ്ടമുള്ളവർക്കും ചീസ് ഇഷ്ടമുള്ളവർക്കും അല്ലാത്തവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിറ്റിലൻ ഐറ്റമാണ്. അപ്പോൾ ഇതുപോലത്തെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഞാൻ എന്തായാലും എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊക്കെയുള്ള കിടക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് മൈ ചാനൽ തോന്നിയാസം ലിമിറ്റഡ്.